ഏവർക്കും സൂപ്പർ ഐഡിയാസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നോട്ട് പാഡ് ട്രിക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് 3 സേഫായിട്ടുള്ള നോർമൽ നോട്ട് പാഡ് ട്രിക്സ് ആണ്. അതായത് നോട്ട് പാഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ലീഫ് പാഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, എഴുതാൻ ഏതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയം വേണമെന്നുള്ളൂ, നമ്മളുടെ സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അതായത് നോട്ട് പാഡ് ട്രിക്ക് എന്ന് പറയുമ്പോൾ നോട്ട് പാഡ് ട്രിക്ക് എന്നതിനേക്കാൾ കൂടുതൽ ഉചിതമായി പറയുക കമാൻഡ് പ്രോംപ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നതാണ്. ഇത് കമാൻഡ് പ്രോംപ്റ്റിലാണ് നമ്മൾ എഴുതുന്ന ഈ നോട്ട് പാഡിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റിലാണ്. ഓക്കെ, ഇതാണ് കമാൻഡ് പ്രോംപ്റ്റ്. സോ ഇത് ഈ കാണുന്നതിനെ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയും. ഇതിലത്തെ ഘട്ടം 3 കൂൾ ട്രിക്സ് ആണ്. അതായത് കുറച്ച് കൂൾ സ്റ്റഫ്സ് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന 3 ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള, വേണമെങ്കിൽ വൈറസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്ന് പറയാം. എന്നാൽ വൈറസിൻ്റെ സ്വഭാവങ്ങളൊന്നുമില്ല. പക്ഷേ വൈറസിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ട്രോജൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് എടുത്തു പറയുമ്പോൾ അതൊരു ബാക്ക് ഡോർ വൈറസാണ്. പക്ഷേ ഇതങ്ങനത്തെ ഒരു സംഭവമല്ല. നമ്മളുടെ സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ സ്വന്തമായിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് നശിപ്പിച്ചോളും, അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിക്കിലേക്ക് കടക്കാം. അതിനായി നിങ്ങൾ നോട്ട് പാഡ് തുറക്കുക. നോട്ട് പാഡ് അല്ലെങ്കിൽ ലീഫ് പാഡോ എഴുതാനായിട്ട് വേർഡ് പാഡോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു മാട്രിക്സ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിലൊരു എഫക്റ്റ് ഉണ്ട് മാട്രിക്സ് സിനിമയിൽ. ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കേഴ്സിൻ്റെ മൂവീസിലൊക്കെ ധാരാളം ഈ എഫക്റ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. കുറേ സീറോസ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ ഇങ്ങനെ ഓടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ട്രിക്ക്. സോ ഇതാണ് അതിനെ അടിക്കേണ്ട കോഡ്. സോ ഈ കോഡ് നമ്മളുടെ നോട്ട് പാഡിലോ വേർഡ് പാഡിലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൂളിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കളർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 02 ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 04 ആക്കാം, 03 ആക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിട്ട് ഫയലിൽ പോവുക, അതിൽ സേവ് ആസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം .txt എന്നുള്ളത് മാറ്റിയിട്ട് .bat എന്ന എക്സ്റ്റൻഷൻ ചേർക്കുക. txt മാറ്റിയതിനു ശേഷം .bat ആക്കി മാറ്റുക. അതിനുശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ബാറ്റ് ഫയൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ബാറ്റ് ഫയൽ. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബാറ്റ് ഫയൽ. അപ്പോൾ നമുക്കിനി ആ മാട്രിക്സിലെ എഫക്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നു വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എഫക്റ്റ്. കുറേ സീറോസ് ഇങ്ങനെ പോകുന്നത് ഒരു നല്ല രസമായിട്ടുള്ളൊരു കാര്യമാണ്. ധാരാളം നമുക്ക് ഇത് തുറക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് കിടക്കാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോക്കർ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലുമൊക്കെ കുറേ പ്രൈവസിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഹൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, അത് ഹൈഡ് ചെയ്യുവാനായിട്ട് നമ്മളുടെ സിസ്റ്റത്തിലെ ഫയലുകൾ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനൊരു ഫയൽ ഉണ്ടെന്ന് തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മളിതിനെ ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിനുള്ള കോഡ്. ഈ ഒരു കോഡിൽ നമ്മളൊരു കുഞ്ഞൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അതായത് ടൈപ്പ് യുവർ പാസ്വേഡ് ചെയ്യുക. ആ ഒരു സംഭവം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് കളയുക. അവിടുന്ന് ആ ഒരു സംഭവം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫയൽ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കർ. അപ്പോൾ അതിനൊരു പാസ്വേഡ് വേണം. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. സോ സൂപ്പർ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തു. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ പാസ്വേഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പാസ്വേഡ്. അതിനുശേഷം ഫയലിൽ പോവുക, സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ .txt മാറ്റിയിട്ട് .bat ആക്കുക. എല്ലാത്തിലും ബാറ്റ് ആവണം എന്നില്ല എക്സ്റ്റൻഷൻ, ചിലതെല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോക്കർ എന്ന് പറയുന്ന ആ ഒരു ബാറ്റ് എക്സ്റ്റൻഷനോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ഫയൽ വന്നിട്ടുണ്ടാവും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊരു പാസ്വേഡ് അടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അടിച്ച കൊടുത്ത് ഞാൻ നോട്ട് പാഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. ഞാൻ സൂപ്പർ ഐഡിയാസ് എന്ന് പറയുന്ന
എൻ്റെ ചാനലാണ്, അവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സൂപ്പർ ഐഡിയാസ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് നിങ്ങൾ അടിക്കുക. അതിനുശേഷം എൻ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓക്കെ ഇതാണ് ലോക്കർ എന്ന് പറയുന്ന ഒരു ഫയല് തന്നെ ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ ആ പാസ്വേഡ് അടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചതിന് ശേഷം ഇങ്ങനൊരു ഫയല് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയതിന് ശേഷം നമ്മളതിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. ആയിട്ട് നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ഫയലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫേസ്ബുക്ക് സോഷ്യൽ ടൂൾ കിറ്റ് ഞാൻ അവിടേക്ക് എടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. എനിക്ക് ഇതാണ് ഹൈഡ് ചെയ്തിടേണ്ട ഫയൽ ഇതാണ്. ഓക്കെ, അതിന് ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഇതിലപ്പോൾ കാണാനായിട്ട് സാധിക്കും ഇങ്ങനൊരു ഫയൽ ഇതിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ലോക്കർ എന്ന് പറയുന്നത് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇവിടെ ലോക്കറിൽ നിന്ന് അടിച്ചു സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ locker.bat ആ ബാറ്റ് എന്ന എക്സ്റ്റൻഷനിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് അടിക്കുക. ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ അടുത്ത് സിപ്പ് ചെയ്യണോ ലോക്ക് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ വൈ എന്ന് ഉദ്ദേശിക്കുന്നത് യെസ്സിനെയാണ്, എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നോയിനെയും. അപ്പോൾ വൈ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിപ്പോൾ ഡിസേബിൾഡ് ആവും. ഓക്കെ, അതിപ്പോൾ ഡിസേബിൾഡ് ആയിപ്പോയി. ഇനി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ കൂടിയുള്ള വഴി ഈ locker.bat എന്ന് പറയുന്ന ഈ ഒരു ഐക്കണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് അടിക്കണം. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയൽ ഇപ്പോൾ വിസിബിൾ ആവും. ഓക്കെ, ഫയൽ വിസിബിളായി വന്നു. ഇതാണ് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത ഫയൽ. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഫയൽ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിലുള്ള മെറ്റീരിയൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡബിൾ ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ യെസ് അമർത്തിയാൽ മതി. അപ്പോൾ ഇത് ഹൈഡായി പോയിണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഫയൽ ഹൈഡ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോഴും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത ഫയൽ ഡിലീറ്റ് ആയി പോവില്ല. ഈ ഒരു ഓക്കെ, ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പകരം രണ്ടാമത് ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ .txt മാറ്റിയിട്ട് പഴയതുപോലെ തന്നെ BAT അവിടെ കൊടുത്തു. ഓക്കെ, അവിടെ ഒരു സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ആ locker.bat കിട്ടി. അതിൽ ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പാസ്വേഡ് ചോദിച്ചു. ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചപ്പോൾ എൻ്റെ പഴയ ഒരു ഫയൽ ലോക്കർ എന്ന് പറയുന്ന ഫയൽ വീണ്ടും ക്രിയേറ്റ് ആയി വന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോക്കർ എന്ന് പറയുന്ന ഫയൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഫയൽ സ്റ്റോർഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അടുത്തത് ഡേഞ്ചറസ് ആയിട്ടുള്ള നോട്ട് പാഡ് ട്രിക്സിലേക്കാണ് പോകുന്നത്, അതായത് കമാൻഡ് പ്രോംപ്റ്റ് ട്രിക്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനുള്ളത്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആയി പോകും. അതുപോലെ തന്നെ നമ്മളുടെ പാസ്വേഡ് മാറും ചെയ്യും ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റൺ ചെയ്തതിന് ശേഷം എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്വേഡ് മാറും. നമ്മളുടെ കയ്യിലുള്ള പാസ്വേഡ് മാറിപ്പോകും. അതിന് പകരം വേറൊരു റാൻഡം പാസ്വേഡ് ഇതിൽ കിടക്കുന്നത് ആവും. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പാസ്വേഡ് അറിയില്ല. രണ്ടാമത് ഓണാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഷട്ട് ഡൗൺ 1 മിനിറ്റിന് ശേഷമാണ് ഷട്ട് ഡൗൺ ആയി പോവുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ടൈം ഇതിലൊരു ടൈമർ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഷട്ട് ഡൗൺ.exe. അപ്പോൾ ഇതിലുള്ള ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സിസ്റ്റം ഓഫായി പോവുകയും അതുപോലെ തന്നെ നമ്മളുടെ പാസ്വേഡ് ചേഞ്ച് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിട്ട് സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ .bat ആക്കുക. സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സേവ് ആയിട്ടുണ്ടാവും. സോ നമ്മളുടെ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ഞാൻ അടിക്കുകയില്ല. അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ് മാറും ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുകയും ചെയ്യും 1 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഞാൻ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ചെയ്യാം, നമ്മളുടെ സിസ്റ്റത്തിനെ തന്നെ ക്രാഷ് ചെയ്യാവുന്ന ഒരു കോഡാണിത്. ഈ ഒരു കോഡ് നിങ്ങൾ അടിച്ചതിന് ശേഷം ഫയലിൽ പോയിട്ട് സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ .bat ആക്കുക. അവിടെ BAT ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഓൺ ആവില്ല. ഇത് സിസ്റ്റം എപ്പോഴും ക്രാഷ് ആയിക്കൊണ്ടേ ഇരിക്കും. ഇത് ഓൺ ആവുകയില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കപ്പോൾ ഈ നിങ്ങളുടെ സിസ്റ്റം അങ്ങനെ തന്നെ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഫോർമാറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് നിങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് തടയണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് ബട്ടണും 6 കൂടി അമർത്തുക. അതിൽ ഷട്ട് ഡൗൺ
ആ ഒരു സിമ്പിൾ എ അടിച്ചതിന് ശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റൺ ആവും. അപ്പോൾ നമ്മളുടെ പഴയ സ്ക്രിപ്റ്റ് റൺ ആവില്ല. അതിനെ ഫ്രീസ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്, നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നതിൽ നിന്ന് ഫ്രീസ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ആ ഒരു എ. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫൂളിഷാണ് എന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു കമാൻഡ്. അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ .bat ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ കീബോർഡ് ഹാക്ക് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ കീബോർഡിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അവിടെ എഴുതി വരിക URA full എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് എഴുതി വരിക. സോ അത് ഭയങ്കര 8ൻ്റെ പണിയാണ്, അത് നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. .bat ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫയൽ കിട്ടും. ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കൂടി അടിക്കേണ്ടത് @echo off ഇതാണ് നമുക്ക് അടിക്കേണ്ടത്. ഈ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോട്ട് സേവ് ആസിൽ പോവുക, അവിടെ ഡോട്ട് ടെക്സ്റ്റിന് പകരം .vbs ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. .vbs നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നോട്ട് പാഡ് നിരന്തരമായി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഏതാണ്ട് ധാരാളം നോട്ട് പാഡുകൾ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണ്ടോ, ഇതുപോലെ ധാരാളം നോട്ട് പാഡുകൾ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ നിങ്ങളുടെ സിസ്റ്റം ക്രാഷ് ആവണത് വരെ ഈ വിൻഡോസ്, അതായത് നോട്ട് പാഡ് ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിക്കാണത്, കമാൻഡ് പ്രോപ്റ്റ് ട്രിക്ക്. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാം, അതൊരു മെസ്സേജ് കൊടുത്തിട്ട് അതിനുശേഷം, അതായത് ആ സമയത്ത് തന്നെ ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുകയും ചെയ്യും. ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് എഴുതി കാണിക്കുകയും ചെയ്യും, I don't like you are too stupid. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ .bat ആക്കി സേവ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, ക്യാപ്സ് ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുറേ അതിലത്തോർക്ക് പറയുന്നു. അതായത് ഇത് നിങ്ങൾ .bat ആക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും തന്നെ ബാക്ക് സ്പേസ് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ബാക്ക് സ്പേസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കണ്ടിന്യൂസ്ലി നല്ല സ്പീഡിൽ ഇങ്ങനെ ബാക്ക് സ്പേസ് അടിച്ച് പോയിക്കൊണ്ടേയിരിക്കും. സോ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ടൈപ്പ് ചെയ്തത് മൊത്തം ഒറ്റയടിക്ക് ഇങ്ങനെ ബാക്ക് സ്പേസ് അടിച്ച് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ട്രിക്കാണത്. സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. സോ അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട് പാഡ് ട്രിക്സ് എന്ന് പറയുന്ന ഈ വീഡിയോ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇതിലുള്ളത്. നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സോ അതിന് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.